ഹായ് ഫ്രണ്ട്സ്, കാർ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്യാറില്ല, കാരണം നമുക്ക് വാഹനങ്ങൾ കുറച്ച് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിരുന്നത് നിങ്ങൾ തന്നെ ആവശ്യപ്പെട്ട കുറച്ച് കാറുകളാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാറ് ഷെവർലെറ്റ് ക്രൂയിസ് ആണ്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോയിൽ ഒരു ബ്ലൂ കളർ ഷെവർലെറ്റ് ക്രൂയിസ് ചെയ്തിരുന്നു. അത് ഒരുപാട് പ്രേക്ഷകർ ഇഷ്ടമായി. അതിനുശേഷം എനിക്ക് ഒരുപാട് കോൾ വന്നു, കാരണം ആ ഒരു വാഹനം ഒരു ദിവസം കൊണ്ട് തന്നെ സോൾഡായി പോയി. അതിനുശേഷം എനിക്ക് തന്നെ ഒരുപാട് കോൾ വന്നിരുന്നു, അത്തരത്തിലുള്ളൊരു കാറ് ഉൾപ്പെടുത്താൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ട്. ഏകദേശം അതേ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഒരു ക്രൂയിസാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിരുന്നത്. ക്രൂയിസ് മാത്രമല്ല, മഹീന്ദ്രയുടെ ബൊലേറോ, അതുപോലെ തന്നെ മഹീന്ദ്രയുടെ വെരിറ്റോ, മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ്, അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് കാറുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകുന്ന തരത്തിലുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇന്നത്തേത്. അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വാങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള കാറുകളാണ് ഒട്ടുമിക്ക കാറുകളും. ഒരുവിധം കാറുകൾക്കൊക്കെ ലോൺ സൗകര്യം, എക്സ്ചേഞ്ച് സൗകര്യം ലഭ്യമാണ്. അപ്പോൾ എല്ലാ കാറുകളുടെ വിവരങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ സെപ്പറേറ്റ് നൽകുന്നുണ്ട്. ഏത് കാറാണോ ആ കാറിൻ്റെ പേരും നമ്പർ ഞാൻ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കി ആ നമ്പർ എടുത്ത് അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കാറുകൾ വിൽക്കാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് എനിക്കതിൽ മെസ്സേജ് ചെയ്യാം, ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടിരുന്നു. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു ഇറ്റിയോസ് ലിവ എടുക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോടേക്ക് പോവുകയും അവിടെ ചെന്നിട്ട് അവർ ആ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുകയും ആ വാഹനം ഇഷ്ടമാവുകയും ചെയ്തു. സോ അതിനുശേഷം അവർ അഡ്വാൻസ് നൽകാൻ നിൽക്കുമ്പം അവർ ഓണർ വന്ന് പറഞ്ഞു ആ വാഹനത്തിന് വേറെ ആൾ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരവിടെ പോയപ്പോൾ അവർക്ക് നിരാശയായി, കാരണം മുൻകൂട്ടി വിളിച്ചിട്ടാണ് ഇവർ അവിടെ നിന്ന് പോകുന്നത്. ആ പോയതിന് ശേഷം ഇവരോട് അദ്ദേഹം പറഞ്ഞിട്ടില്ല, അത് ഈ ഷോറൂമിൻ്റെ ഓണർ അവരോട് പറഞ്ഞിട്ടില്ല ഈ ഒരു വാഹനം കച്ചവടമായിട്ടുള്ളതാണ്, അഡ്വാൻസ് നൽകിയതാണ് എന്ന് പറയുകയാണെങ്കിൽ ഇവർ 70 കിലോമീറ്ററോളം യാത്ര ചെയ്ത് പോവില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു കൊറോണയുടെ പശ്ചാത്തലത്തിൽ എങ്ങനെ പോയാലും യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ റിസ്ക്കാണ്. അപ്പോൾ നമ്മളൊരു കാറ് എടുക്കണമെന്നുള്ള ആഗ്രഹമായിട്ട് അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഈ കാർ എടുക്കാൻ വേണ്ടി പോയ ഈ വ്യക്തിക്ക് വളരെയധികം വിഷമമായിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ അത് എന്നോട് കമൻറ്റിലായി പറഞ്ഞിരുന്നു, അത്തരത്തിലുള്ള ആൾക്കാരുടെ കാറുകളൊക്കെ ചെയ്യുമ്പം നിങ്ങളുടെ ചാനലിനും കൂടി മോശമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം, കാരണം ആൾക്കാരെ കുറിച്ച് അറിഞ്ഞിട്ടൊക്കെ വേണം വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനത് ശ്രദ്ധയിൽ പെട്ടതുകൊണ്ട് തന്നെയാണ് എടുത്തു പറയുന്നത്. അറിയാതെയാണെങ്കിലും ഞാനും അതിലൊരു കാരണക്കാരനായി. സോ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടതാണ് അവരങ്ങനെ പോയത്. പക്ഷേ ഇവരെന്തുകൊണ്ടാണ് ഇവർ പറയാതിരുന്നത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിന് വന്ന ആ വിഷമം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ കാര്യം എടുത്തു പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തിനുണ്ടായ ഒരു വിഷമം എന്നോട് അദ്ദേഹം പറയാനുണ്ടായ കാരണം ഇത് തന്നെയാണ്. കാരണം ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നതും. വീഡിയോ മുഴുവനായും കാണുക, നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള കാറുകളുടെ പേരും കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വൈകിപ്പിക്കുന്ന നേരെ വീഡിയോയിലേക്ക് പോകാം. മാരുതി സുസുക്കിയുടെ റിറ്റ്സ് പരിചയപ്പെടാം. VDI ആണ് വേരിയന്റ്. 2015 മോഡലുള്ള ഈ ഒരു കാറിന് സിംഗിൾ ഓണർഷിപ്പാണ് നിലവിലുള്ളത്. 73,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ വാഹനത്തിന് ഡീസൽ എഞ്ചിനാണ്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം ഈ ഒരു കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ള ഈ ഒരു കാറിന് 4 പുതിയ ടയറുകൾ നിലവിലുണ്ട്. കമ്പനി സർവീസ് ഉള്ള ഒരു കാറാണ്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. ഗുഡ് കണ്ടീഷനുള്ള ഈ ഒരു വാഹനത്തിന് എക്സ്ചേഞ്ച് സൗകര്യം ലഭ്യമാണ്. 80% ലോൺ ലഭിക്കുന്ന ഈ ഒരു വാഹനത്തിന് 1250 CC, 20 മുതൽ 22 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. കോട്ടയം ജില്ലയിലുള്ള ഈരാറ്റുപേട്ടയിലാണ് ഈ ഒരു കാറുള്ളത്. 3,90,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില നെഗോഷ്യബിൾ ആണ്. ഫോർഡ് ഫിയസ്റ്റ പരിചയപ്പെടാം. 2007 മോഡൽ. ZXi ആണ് വേരിയന്റ്. ഡ്യൂറാടോർക്ക് ഡീസൽ എഞ്ചിനുള്ള ഈ ഒരു കാറിന് ഫുൾ കമ്പനി സർവീസാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ് നിലവിലുള്ളത്. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ലൈഫ് ടാക്സ് ആണ് ഉൾപ്പെടുന്നത്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, കീലെസ് എൻട്രി, മ്യൂസിക് സിസ്റ്റം, ഡിഫോഗർ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ചെയ്യാവുന്ന മിററുകൾ, ഡീസൽ നാവിഗേറ്റർ, ABS, ഫോഗ് ലാമ്പ്, സെൻട്രൽ ലോക്ക് സിസ്റ്റവും ഈ ഒരു കാറിൽ ഉൾപ്പെടുന്നുണ്ട്. 90% ടയർ കണ്ടീഷൻ നിലവിൽ ഈ വാഹനത്തിനുണ്ട്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു കാറാണ്. 1400 CC യുള്ള ഈ ഒരു കാറിന് 18 മുതൽ 20 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. എക്സ്ചേഞ്ച് സൗകര്യം ലഭ്യമാണ്. തൊടുപുഴയിലാണ് ഈ ഒരു കാറുള്ളത്. 1,60,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില നെഗോഷ്യബിൾ ആണ്. ഷെവർലെറ്റ് ബീറ്റ് പരിചയപ്പെടാം. 2013 മോഡൽ. LS വേരിയന്റിൽ വരുന്ന ഈ ഒരു കാറിന് TCDI ഡീസൽ എഞ്ചിനാണ്. 63,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പാണുള്ളത്. ഫുൾ കമ്പനി സർവീസ് ഉള്ള ഈ ഒരു കാറിന് ലൈഫ് ടാക്സ് ഉൾപ്പെടുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഈ ഒരു കാറിന് നിലവിലുള്ളത്. ഗുഡ് കണ്ടീഷനുള്ള കാർ തന്നെയാണ്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഫ്ലോർ മാറ്റ്, ലെതർ സീറ്റ് കവറുകൾ, പുതിയ 4 ടയറുകളും ഈ ഒരു കാറിൽ ഉൾപ്പെടുന്നുണ്ട്. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും വളരെ വൃത്തി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. 1000 CC വരുന്ന ഈ ഒരു വാഹനത്തിന് 20 മുതൽ 22 വരെയാണ് മൈലേജ് ലഭിക്കുന്നത്. തൊടുപുഴയിലാണ് ഈ ഒരു കാറുള്ളത്. 1,60,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ്.
മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് പരിചയപ്പെടാം. 2014 മോഡലുള്ള ഈ ഒരു വാഹനം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് 2015-ലാണ്. ZXi വേരിയൻറ്റിലാണ് ഈ ഒരു വാഹനം ഉള്ളത്. പെട്രോൾ എഞ്ചിനാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പാണ്. 83,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസുള്ള ഈ ഒരു കാറിന് 1200 cc ആണ് വരുന്നത്. VVT എഞ്ചിനുള്ള ഈ ഒരു വാഹനത്തിന് 18 മുതൽ 20 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ ഈ കാറിൽ സംഭവിച്ചിട്ടില്ല. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക് സിസ്റ്റം, ബാക്ക് വൈപ്പർ, ABS, അലോയ് വീൽസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ക്വാളിറ്റിയുള്ള സീറ്റ് കവറുകളും ഈ ഒരു കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ലോൺ സൗകര്യം ലഭ്യമാണ്. എറണാകുളം ജില്ലയിലുള്ള ഈ ഒരു കാറിന് പ്രതീക്ഷിക്കുന്ന വില 4,85,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. ടാറ്റയുടെ ഇൻഡിക്ക വിസ്റ്റ പരിചയപ്പെടാം. 2009 മോഡൽ. TDI ടെറാ വേരിയൻറ്റിൽ വരുന്ന ഈ ഒരു കാറിന് ഡീസൽ എഞ്ചിനാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ് നിലവിലുള്ളത്. 1,23,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം, ഫ്ലോർ മാറ്റ് ഈ ഒരു കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ലൈഫ് ടാക്സും പുതിയ ഇൻഷുറൻസുമാണ് നിലവിൽ ഈ വാഹനത്തിനുള്ളത്. ഗുഡ് കണ്ടീഷനുള്ള ഒരു കാർ തന്നെയാണ്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. എക്സ്ചേഞ്ച് സൗകര്യം ഈ ഒരു വാഹനത്തിന് ലഭ്യമാണ്. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും വളരെ വൃത്തിയിൽ തന്നെ ഈ കാറിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 1400 cc വരുന്ന ഈ കാറിന് 18 മൈലേജാണ് ലഭിക്കുന്നത്. തൊടുപുഴയിലുള്ള ഈ ഒരു വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില 1,20,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. മഹീന്ദ്രയുടെ വെരിറ്റോ പരിചയപ്പെടാം. 2011 മോഡൽ. D2 വേരിയൻറ്റിൽ വരുന്ന ഈ ഒരു കാറ് 1,00,000 കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുണ്ട്. ഡീസൽ എഞ്ചിനാണ്. ഈ വാഹനത്തിന് ലൈഫ് ടാക്സ് ഉൾപ്പെടുന്നുണ്ട്. പുതിയ ഇൻഷുറൻസ് ഉള്ള ഈ ഒരു കാറിന് എക്സ്ചേഞ്ച് സൗകര്യം ലഭ്യമാണ്. ഫുൾ കമ്പനി സർവീസുള്ള ഈ ഒരു വാഹനത്തിന് ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. AC, പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് പ്ലെയർ, റൂഫ് റെയിൽസ്, സ്പോയിലർ, ഫ്ലോർ മാറ്റും ഉൾപ്പെടുന്നുണ്ട്. 80% ടയർ കണ്ടീഷൻ നിലവിൽ ഈ വാഹനത്തിനുണ്ട്. 1450 cc വരുന്ന ഈ കാറിന് 17 മുതൽ 20 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും വളരെ വൃത്തിയിൽ തന്നെയാണ് ഈ കാറിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഈ കാറിന് പ്രതീക്ഷിക്കുന്ന വില 2,00,000 രൂപയാണ്. ഈ കാറുള്ളത് തൊടുപുഴയിലാണ്. താല്പര്യമുള്ളവർക്ക് അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. ഷെവർലെറ്റ് ക്രൂയിസ് പരിചയപ്പെടാം. 2010 മോഡൽ. LTZ ആണ് വേരിയൻറ്റ്. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനുള്ള ഈ ഒരു വാഹനം ഫുൾ ഓപ്ഷനാണ്. ഡീസൽ എഞ്ചിനാണ്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. ഗുഡ് കണ്ടീഷനുള്ള ഒരു കാർ തന്നെയാണ്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം, ABS EBD ബ്രേക്കിംഗ് സിസ്റ്റം, ക്രൂയിസ് കൺട്രോൾ, സൺറൂഫ്, എയർ ബാഗ്, ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ചെയ്യാവുന്ന മിററുകൾ, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസർ, അലോയ് വീൽസ്, പ്യുവർ ലെതർ സീറ്റ് കവറുകളും സെൻട്രൽ ലോക്ക് സിസ്റ്റവും ഈ ഒരു കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കാറ് 2000 cc വരുന്നത്. 14 മുതൽ 17 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിലുള്ള ഈ ഒരു കാറിന് പ്രതീക്ഷിക്കുന്ന വില 2,99,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. മഹീന്ദ്രയുടെ ബൊലേറോ പരിചയപ്പെടാം. 2015 മോഡൽ. ZLX വേരിയൻറ്റിൽ വരുന്ന ഈ ഒരു വാഹനത്തിന് സിംഗിൾ ഓണർഷിപ്പാണ് നിലവിലുള്ളത്. ഒറിജിനൽ കേരള രജിസ്ട്രേഷനാണ്. 1,00,000 കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുണ്ട്. വളരെ കണ്ടീഷനുള്ള ഒരു വാഹനം തന്നെയാണ്. 2,500 cc വരുന്ന ഈ ഒരു വാഹനത്തിന് 15 മൈലേജാണ് ലഭിക്കുന്നത്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, ബാക്ക് വൈപ്പർ, സീറ്റ് കവർ, സെൻട്രൽ ലോക്ക് സിസ്റ്റവും ഈ ഒരു കാറിൽ ഉൾപ്പെടുന്നുണ്ട്. നിലവിൽ ഈ വാഹനത്തിന് ലൈഫ് ടാക്സ് ആണുള്ളത്. എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയർ ആണ്. ഫുൾ കമ്പനി സർവീസുള്ള ഈ ഒരു കാറിന് സർവീസ് ബുക്കും സ്പെയർ കീയും അവൈലബിൾ ആണ്. ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഈ വാഹനത്തിൽ സംഭവിച്ചിട്ടില്ല. ലോൺ സൗകര്യം ലഭ്യമാണ്. എക്സ്ചേഞ്ച് സൗകര്യവും ഈ ഒരു വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. 4,50,000 രൂപയ്ക്ക് മുകളിൽ ലോൺ ലഭിക്കുന്ന ഈ ഒരു വാഹനമുള്ളത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട എന്ന സ്ഥലത്താണ്. 5,90,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിൾ ആണ്. സ്കോഡയുടെ ലോറ പരിചയപ്പെടാം. TDI ആണ് വേരിയൻറ്റ്. ഡീസൽ എഞ്ചിനാണ്. 78,000 കിലോമീറ്റർ ഈ കാർ ഇതുവരെ ഓടിയിട്ടുണ്ട്. 2009 മോഡൽ. ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസ് ആണ് നിലവിൽ ഈ കാറിനുള്ളത്. കമ്പനി സർവീസുള്ള ഈ ഒരു വാഹനത്തിന് സർവീസ് ബുക്കും സ്പെയർ കീയും അവൈലബിൾ ആണ്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ ഈ ഒരു കാറിൽ സംഭവിച്ചിട്ടില്ല. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, ABS, എയർ ബാഗ്, ഫോഗ് ലാമ്പ്, റിയർ പാർക്കിംഗ് സെൻസർ, ലെതർ സീറ്റ് കവറുകൾ, റിയർ AC വെൻറ്റ്, ഓട്ടോമാറ്റിക് വൈപ്പർ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ചെയ്യാവുന്ന സീറ്റുകൾ, അലോയ് വീൽസ്, സെൻട്രൽ ലോക്ക് സിസ്റ്റവും ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. എക്സ്ചേഞ്ച് സൗകര്യം ഈ ഒരു വാഹനത്തിന് ലഭ്യമാണ്. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും വളരെ വൃത്തിയിൽ തന്നെ ഈ കാറിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 2000 cc വരുന്ന ഈ ഒരു വാഹനത്തിന് 15 മുതൽ 17 വരെയാണ് മൈലേജ് ലഭിക്കുന്നത്. 4,80,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിൾ ആണ്. ഈ ഒരു കാർ ഉള്ളത് തൊടുപുഴയിലാണ്. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ പരിചയപ്പെട്ട കാറുകളിൽ ഏത് കാറാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഞാൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.